ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രേസി തിങ്സ് യു ലൈക്ക്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന എലവീഴ പുഞ്ചിറ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സൗബിൻ അഭിനയിച്ച സിനിമ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്കുള്ള വഴിയാണിത്. ഇതിന് നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യം ഒരു ജീപ്പ് ഹയർ ചെയ്യണം. അതിന് 800 രൂപ 1000 രൂപ കണ്ട ഒരു ജീപ്പിന് അതിൽ 8 പേരെ ഒരു മാക്സിമം കയറ്റും. കാരണം ഓഫ് റോഡെന്ന് വെച്ചാൽ പക്ക ഓഫ് റോഡാണ്. കണ്ടത്. അപ്പോൾ ഈ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇതാണ് അവിടത്തേക്കുള്ള ഫുള്ള് റോഡ്. അപ്പം പ്രൈവറ്റ് വണ്ടികൾ 4x4 ഒക്കെ ആണെങ്കിൽ കയറിപ്പോവും. അവിടെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. ഇതാണ് വയർലെസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് സിനിമയിൽ കണ്ടാൽ ഈ ലൊക്കേഷനുകളെല്ലാം പക്കയായിട്ട് അറിയാം. ഇവിടെ നമ്മൾ നടന്ന് വയർലെസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഇതിൻ്റെ അകത്തായിരുന്നു സിനിമയുടെ ഏകദേശം മോർ ദാൻ 50%, ഓൾമോസ്റ്റ് 90% ഷൂട്ടിങ് ഇവിടെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാർ കയറി പൊളിച്ച് വേലിയടക്കിയായിരുന്നു. സിനിമ ഷൂട്ടിംഗ് ടൈമിലൊക്കെ അതൊക്കെ കെട്ടി വെച്ചിരുന്നതാണ്. പിള്ളേർ സെറ്റൊക്കെ വന്ന് പൊളിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല രസമാണ്, ഭയങ്കര തണുപ്പ്. ഞങ്ങൾ ഇവിടെ കയറിയപ്പോഴത്തേക്ക് വൈകുന്നേരമായി. അന്നേരം നല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഓൾമോസ്റ്റ് കോട്ടയം ജില്ല കാണാമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ നടന്നു പോകേണ്ട വഴി. ഇതിപ്പോൾ കല്ലിൻ്റെ മുകളിൽ കൂടെ വേണം പോകാൻ. വണ്ടി നമുക്ക് അവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം നടക്കാറുണ്ട്. അതിന് മുമ്പ് വരെ മാത്രമേ വണ്ടിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നോണം. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജീപ്പിൽ വരുന്ന വീഡിയോ കാണിക്കാം. ഓക്കെ, ഇതാണ് ആ റോഡ്. ആൾക്കാർ അവിടെ നടന്നേ ഉള്ളൂ. അവിടെ നടക്കുന്നവർ 2-2.5 കിലോമീറ്റർ നടക്കണം. പിന്നെ പ്രൈവറ്റ് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നോവ അതൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഇവിടം വരെ ഒരുവിധം വലിയ കുഴപ്പമില്ല വരാൻ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടാണ് ഫുള്ള് കല്ല്. ഇവിടം വരെ ഒരുവിധം വണ്ടി വരും, പക്ഷേ ടയറൊക്കെ കീറാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, ഇതാണ് ഓഫ് റോഡ്. പക്ക ഓഫ് റോഡ് എന്ന് വെച്ചാൽ പക്ക ഓഫ് റോഡ്. 4x4 വണ്ടികളാണെങ്കിൽ സിമ്പിളായിട്ട് കയറിപ്പോകും. അത് നല്ല ഡ്രൈവർമാരും ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഒരു ജീപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കേ അറിയൂ മാറാൻ. താങ്ക് യു.